അഡോളസെന്റ് സൈക്കോളജിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ സബ്ജക്ട് വരുന്നത് കേരള SCERT-യുടെ 8 മുതൽ 12 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. എന്നാലും ഡെപ്ത് എവിടം വരെ പോവാം, ഡിഗ്രി തലം വരെ പോവാം. ബട്ട് സ്റ്റിൽ 8ാം ക്ലാസ്സിന്റെ തൊട്ട് 12ാം ക്ലാസ്സിന്റെ വരെയുള്ള നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ച് നല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി 3 ക്വാളിഫൈഡ് ആവാം. അവിടെ ഒരു ചെറിയ അഡീഷണൽ കാര്യം നിങ്ങൾ ചേർക്കേണ്ടതായിട്ടുള്ളത്, ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിഗ്രിയിലേക്കുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരും. ബട്ട് സ്റ്റിൽ 150-ൽ 100 കിടക്കാൻ, 90 കട്ട് ഓഫ്. ഞാൻ 90 എന്നുള്ള കട്ട് ഓഫ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കാൻ വേണ്ടി പറയുന്നത്. 100 മുകളിലോട്ട് നിങ്ങൾ എയിം ചെയ്തു. 100 കിടക്കാൻ നിങ്ങളെ സഹായിക്കുക +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവലിൽ ഉയർന്നാലും നിങ്ങൾക്ക് കട്ട് ഓഫ് കിടക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാറ്റഗറി 4 നിങ്ങളെ സംബന്ധിച്ച് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അത് സ്പെഷ്യൽ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. അപേക്ഷയൊക്കെ ഓൾറെഡി നിങ്ങൾ സമർപ്പിച്ച് എഴുതാൻ പോകുന്ന ആൾക്കാരായിരിക്കാം. അല്ല എങ്കിൽ നിങ്ങൾ അടുത്ത തവണ അപേക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻട്രിയിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഫ്രീ വെബിനാർ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ 1ഉം 2ഉം 4ഉം ഈ കാറ്റഗറികളിലെല്ലാം നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. പക്ഷേ കാറ്റഗറി 3 ആണെങ്കിൽ നിങ്ങൾക്ക് പ്യുവർലി ഇംഗ്ലീഷിലാണ്. മലയാളം സബ്ജക്റ്റ് ഒക്കെ വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക കാറ്റഗറി 3ക്ക്. ഇതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രീതി എന്ന് പറയുന്നത്. ഇതൊരു വലിയ പ്രയാസമൊന്നും അല്ല, പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം വേണം. ആ ശ്രമത്തിന് നിങ്ങൾക്ക് ഒരു പിന്തുണ വേണം. ആ പിന്തുണ പോലെ നൽകലാണ് നമ്മളുടെ ഡ്യൂട്ടി. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ ശ്രമത്തിൽ തന്നെ ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമാണ് കേറ്ററ്റ്. എന്ന് വെച്ചാൽ എല്ലാവരും എഴുതിയെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അങ്ങനെ ഇല്ല. അല്ല, എല്ലാവരും അങ്ങനെ കിട്ടുന്നുമില്ല. കിട്ടാത്ത ഒരുപാട് പേരും ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി CTET-ലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്, അത് CBSE ആണ് കണ്ടക്ട് ചെയ്യുന്നത്. നാഷണൽ ലെവൽ എക്സാം ആണ്. വർഷത്തിൽ 2 തവണയാണ്. കേറ്ററ്റ് ആണെങ്കിലും CTET ആണെങ്കിലും ഒക്കെ 2 തവണയാണ് നടക്കുന്നത്. ഓൺലൈനായിട്ടാണ് ഇതിന്റെ എല്ലാ ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. കേറ്ററ്റും OMR ഷീറ്റിലാണ് കറുപ്പിക്കുന്ന രീതിയാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അതേപോലെ തന്നെ CTET-ഉം നമുക്ക് OMR ഷീറ്റിലാണ് ഇപ്പൊ നടക്കുന്നത്. ഇടയ്ക്കൊന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ആക്കിയായിരുന്നു. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. 2 പേപ്പറിലേ ഉള്ളൂ. CTET.NIC.in പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ അറിയാൻ പറ്റും. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സിലബസ് വരുമ്പോൾ പേപ്പർ 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ പണ്ടൊക്കെ എഴുതായിരുന്നു. ഇപ്പം സുപ്രീം കോടതിയിൽ ഒരു റൂൾ വന്നിട്ടുണ്ട്. അതായത് LP സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ DED തന്നെ വേണം, BEdകാർക്ക് പറ്റില്ല എന്നൊരു റൂള് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവിടെ കേറ്ററ്റ് 1ന്റെ സിലബസ് എന്താണോ എക്സാക്ട്ലി സെയിം സിലബസ് ആണ് നമ്മൾ CTET-ന്റെ പേപ്പർ 1ൽ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. എക്സാക്ട്ലി സെയിം സിലബസ്, ഒരു മാറ്റമില്ല. ഒറ്റ പ്രിപ്പറേഷനിൽ അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാന്നുള്ളതാണ്. ഇനി പേപ്പർ 2ലേക്ക് വന്നു കഴിഞ്ഞാലോ CTET-ന്റെ 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളാണ് ഇവിടെ വരുന്നത്. അതായത് UP ലെവൽ തന്നെ. അവിടെ ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോഗി 30 മാർക്ക്, ലാംഗ്വേജ് 1 30, ലാംഗ്വേജ് 2 30. അപ്പുറത്ത് ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2 എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ ലാംഗ്വേജ് 1 ഇംഗ്ലീഷ് എടുത്താൽ ലാംഗ്വേജ് 2 പിന്നെ ഏതായിരുന്നു നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്? മലയാളമായിരിക്കും. അപ്പൊ 2 ലാംഗ്വേജ് അവിടെ എടുക്കാൻ പറ്റും. മലയാളം ഇംഗ്ലീഷ് നോർമലി. പിന്നെ ബോർഡറിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് തമിഴ് കന്നഡയൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ലാംഗ്വേജ് അവൈലബിൾ ആണ്. ഹിന്ദി ഉൾപ്പെടെയുള്ള 20ഓളം ലാംഗ്വേജ് എടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഇംഗ്ലീഷും മലയാളം അല്ലെ ഹിന്ദിയാണ് ഹിന്ദി കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അതേപോലെ മാത്സ് 60 മാർക്ക്, മാത്സ് ആൻഡ് സയൻസ് 60 മാർക്ക്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് 60 മാർക്ക്. എക്സാക്ട്ലി കേറ്ററ്റ് 2ന്റെ സിലബസ് എന്താണോ അത് തന്നെയല്ലേ. ഒന്ന് നോക്കി, കേറ്ററ്റ് 2ന്റെ ആ ഒരു സിലബസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ തൊട്ടുമുമ്പ് കണ്ടാ ഇതാ നോക്കിക്കോ, എക്സാക്ട്ലി സെയിം. ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോഗി 30 മാർക്ക്, സയൻസ് മാത്സ് 60 മാർക്ക്, അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രം 60 മാർക്ക്, ലാംഗ്വേജ് 2 30 60 മാർക്ക്. ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്, CTET-നകത്തും വരുന്നത്. സോ ഇത് 2ആയിട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇത് 2ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഒറ്റ പ്രിപ്പറേഷനില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത ജൂലൈ 7-നോ മറ്റോ ആണ് CTET-ന്റെ എക്സാം വരുന്നത്. 22-നാണ്, ജൂൺ 22-നാണ് കേറ്ററ്റിന്റെ എക്സാം വരുന്നത്. ഇപ്പൊ എൻട്രി ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നത് പോലും കോംബോ ആയിട്ട്, അതായത് CTET-ന്റെ കോഴ്സും കേറ്ററ്റിന്റെ കോഴ്സും ഒന്നിച്ച് പഠിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. കാരണം ഇത് രണ്ടും പ്രത്യേകിച്ച് BEdകാർക്ക് രണ്ടും ഒരേ സമയത്ത് എഴുതിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ളതുകൊണ്ടാണ്. ഒറ്റ പ്രിപ്പറേഷനിൽ അത് സാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഭവത്തിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി CTET ഔട്ട്സൈഡ് കേരള, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രീസ്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ ചെല്ലുമ്പോൾ ഇതിന് വലിയ വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റർവ്യൂ ബോർഡിന് മുമ്പ് ചെല്ലുമ്പോഴൊക്കെ അത് യൂസ്ഫുൾ ആവുകയും ചെയ്യും. അതുകൊണ്ട് പലരും കേറ്ററ്റ് എഴുതി നിർത്തും. അങ്ങനെയല്ല, കേരളത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ CTET ഇല്ല, നിങ്ങൾക്ക് നിലവിൽ പറ്റില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. അടുത്തത് സെറ്റ് എക്സാം ആണ്. സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ
ഹയർ സെക്കൻഡറി, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. ഇനി കേറ്ററ്റിനകത്ത് 4 കാറ്റഗറി ഉണ്ടായിരുന്നു, സീറ്ററ്റിൽ 2 കാറ്റഗറി ഉള്ളു അല്ലെ. കാറ്റഗറി 3 ഈക്വലന്റ് ആയിട്ട് സീറ്ററ്റിൽ ഒരു കാറ്റഗറി നിലവിലില്ല. ഭാവിയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോൾ CBSE ചർച്ച ചെയ്യുന്നുണ്ട്. അടുത്ത വർഷങ്ങളിലൊക്കെ ചിലപ്പോൾ അത് വന്നേക്കാം. എന്തായാലും നമുക്ക് കേറ്ററ്റും കഴിഞ്ഞിട്ട് ഹയർ സെക്കൻഡറി സെപ്പറേറ്റ് ഒരു സെറ്റും ഉണ്ട്. സെറ്റില് PG BEd ആണ് വേണ്ടത്. അതിന് PG BEd എന്ന് പറയുമ്പോൾ PG കഴിഞ്ഞിട്ടാണ് നിങ്ങൾ BEd ചെയ്യുന്നതെങ്കിൽ BEd കോഴ്സിന്റെ അവസാനം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. അതായത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് 3rd സെമ്മിൽ എൻട്രി ചെയ്ത ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന സെറ്റ് എക്സാം എഴുതാൻ പറ്റുക. ഇനി BEd കഴിഞ്ഞിട്ട് PG എടുക്കാൻ പോയാലോ, നിങ്ങൾ ലാസ്റ്റ് സെമ്മിൽ എൻട്രി ചെയ്യണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിൽ 3rd സെമ്മിലൊക്കെ ആയിട്ട് എൻട്രി ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് PGയിൽ ഈ പറയുന്ന സെറ്റ് എഴുതാൻ പറ്റുക. ഈ പറയുന്ന നിബന്ധന പ്രകാരം സെറ്റ് പരീക്ഷ എഴുതുന്നവർ അവരുടെ PG BEd പരീക്ഷയുടെ നിശ്ചിത യോഗ്യത സെറ്റ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ച തീയതി മുതൽ 1 വർഷത്തിനകം നൽകണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പൊ ജൂൺ 8 നിങ്ങളുടെ റിസൾട്ട് വന്നു വിചാരിച്ചു, 2024 ജൂൺ 8 നിങ്ങളുടെ റിസൾട്ട് വന്നു, നിങ്ങൾ ക്വാളിഫൈഡ് ആയി. അങ്ങനെയെങ്കിൽ 1 വർഷത്തിനുള്ളിൽ കൃത്യം 2025 ജൂൺ 8 മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നിങ്ങളുടെ മുഴുവൻ സർട്ടിഫിക്കറ്റുകളും വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് LBS സെന്ററിന്റെ അടുത്ത് എത്തിക്കണം. ഇല്ല എങ്കിൽ ആ തവണ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ട് അംഗീകരിക്കില്ല. ഇതാണ് സെറ്റിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതറിയാതെയാണ് പലരും ആ വെരിഫിക്കേഷന്റെ കാര്യമൊക്കെ പിന്നീട് അന്വേഷിച്ച് കൺഫ്യൂഷൻ ആവും. പിന്നെ കേറ്ററ്റ് ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, സീറ്ററ്റ് ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാത്തിന്റെ അഡ്മിഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ടൈമിലുള്ള പ്രിന്റ് ഔട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ കാർഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചു വെച്ചോണം. കാരണം വെരിഫിക്കേഷൻ ടൈമിൽ അത് ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾ ഒരുപാട് നടക്കേണ്ടതായിട്ട് വരും. സോ അത് യൂസ് ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം. ഇനി സെറ്റിനെ സംബന്ധിച്ച് സെറ്റ് ഒരൊറ്റ പരീക്ഷ, ഒറ്റ ക്വാളിഫിക്കേഷൻ, പക്ഷെ 2 എക്സാംസ് ഉണ്ട്. അതായത് ഒരേ പരീക്ഷയ്ക്ക് തന്നെ 2 പേപ്പറുകളിൽ എക്സാം ഉണ്ട്. പേപ്പർ 1 രാവിലെ എല്ലാവർക്കും കോമൺ ആണ്, എല്ലാ കാൻഡിഡേറ്റ്സിനും കോമൺ ആണ്. ജനറൽ നോളേജും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ആണ് അവിടെ ചോദിക്കുക. 120 മാർക്കാണ് ഓവറോൾ വരിക. അതിൽ 60 മാർക്ക് ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ 10th വരെയുള്ള സയൻസും സോഷ്യൽ സയൻസും മെന്റൽ എബിലിറ്റി, മാത്സ്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് 60 മാർക്ക്. അതിന്റെ കൂട്ടത്തിൽ ജനറൽ നോളജ് കൂടി, കറണ്ട് അഫയേഴ്സ് കൂടി അവിടെ വരും. അടുത്ത 60 മാർക്ക് വരുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 60 മാർക്ക്, അതാണ് അവിടെ വരുന്നത്. ഇനി പേപ്പർ 2 വന്നു കഴിഞ്ഞാലോ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള നിങ്ങളുടെ സബ്ജക്റ്റ് ആണ് പേപ്പർ 2. രാവിലെ പേപ്പർ 1 എല്ലാവരും ഒന്നിച്ച് എഴുതി കഴിഞ്ഞിട്ട് പേപ്പർ 2 ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈ കാണുന്ന സബ്ജക്റ്റിലൊക്കെയാണ് ഈ പറയുന്ന സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. കേരള സർക്കാർ നിലവിൽ സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഈ കാണുന്ന സബ്ജക്റ്റുകളിലാണ് എന്ന് മനസ്സിലാക്കുക. ഡ്യൂറേഷൻ ഓഫ് ടെസ്റ്റ് എത്ര? 120 മിനിറ്റ്, 2 മണിക്കൂറാണ്. 2 മണിക്കൂറാണ് രാവിലത്തെയും ഉച്ച കഴിഞ്ഞത്തെയും പരീക്ഷയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 120 മാർക്കിലാണ് പേപ്പർ 1 എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പേപ്പർ 2 എന്ന് പറയുന്നത് 120 മാർക്കിൽ തന്നെയാണ്. 120 മാർക്ക് എന്ന് പറയുമ്പോൾ 120 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വീതം, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. പക്ഷേ സ്റ്റാറ്റിക്കാർക്കും മാത്സുകാർക്കും 120 ക്വസ്റ്റ്യൻ ഇല്ല, പകരം 80 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ 1.5 മാർക്ക് വീതം 120. കാരണം അവർക്ക് കൂടുതൽ സമയമെടുക്കും പ്രോബ്ലം ചെയ്യാനും കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് സ്റ്റാറ്റിക്കും മാത്സിനും മാത്രം അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ളത് കൂടി അവിടെ മനസ്സിലാക്കാം. ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, OMR ഷീറ്റിൽ കറുപ്പിക്കുന്ന രീതി തന്നെയാണ്. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പാസ്സാവും. അപ്പോ 3 കട്ട് ഓഫ് കടന്നാൽ ഇതാണ് അതിനകത്തെ പ്രശ്നം. എല്ലാവരും തെറ്റിദ്ധരിക്കും. ഇത് എനിക്ക് ജനറൽ പേപ്പർ നല്ല എളുപ്പം, ഞാൻ BEd പഠിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ, അതുകൊണ്ട് എനിക്ക് ജനറൽ പേപ്പർ നല്ല എളുപ്പമായിരിക്കും, ഞാൻ പിന്നെ കിട്ടിക്കോളൂ എന്നൊക്കെ വിചാരിക്കും. 90% മാർക്ക് ജനറൽ പേപ്പർ കിട്ടിയാലും നിങ്ങൾ പേപ്പർ 2 കട്ട് ഓഫ് കടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആവില്ല. ഇപ്പൊ ജനറൽ കാറ്റഗറി പെട്ട ഒരാളാണ് നിങ്ങളെങ്കിൽ പേപ്പർ 1 40%, 120 40% എന്ന് പറഞ്ഞാൽ 48 മാർക്കാണ്. പേപ്പർ 2 40%, 120 40%, വീണ്ടും 48 മാർക്കാണ്. ഓവറോൾ വീണ്ടും ഒരു 48%, ഓവറോൾ വീണ്ടും ഒരു 48%. ഇതാണ് കട്ട് ഓഫ്. അതായത് ഓവറോൾ 40 കിട്ടിയിട്ടും കാര്യമില്ലെന്ന്. അപ്പൊ പേപ്പർ 1 ഭയങ്കര മാർക്ക്, പേപ്പർ 2 39 പോയി, പാസ്സാവില്ല. പേപ്പർ 1 2 40% പാസ്സാവില്ല. ഓവറോൾ 40 കിട്ടുള്ളൂ, പാസ്സാകത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരെണ്ണത്തിന് നല്ല മാർക്കും വേണം, ഒരെണ്ണത്തിന് മിനിമം മാർക്കും വേണം, എങ്കിൽ മാത്രമാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആവുക. ഇനി OBCക്ക് 35, 45, SC ST ഡിഫറൻഷ്യൽ ഏബിൾഡൊക്കെ ആണെങ്കിൽ അവർക്ക് 35, 40 കട്ട് ഓഫിന്റെ മാർക്കായിട്ട് വരുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി കൊമേഴ്സ്, ഫ്രഞ്ച്, ജർമ്മൻ, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം, ലാറ്റിൻ, മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, റഷ്യൻ, സോഷ്യൽ സയൻസ്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, സിറിയൻ കാൻഡിഡേറ്റ്സിന് BEd ഇല്ലാതെ തന്നെ എഴുതാമെന്ന് നിലവിൽ പറയുന്നുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ആരെങ്കിലും ആ സബ്ജക്ട് ഉണ്ടെങ്കിൽ ഈ പറയുന്ന BEd ഇല്ലാതെ തന്നെ സെറ്റ് എഴുതാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഈ 1ാം വർഷ BEd വിദ്യാർത്ഥികൾക്ക് PGയിൽ അല്ലെങ്കിൽ PG വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന സെറ്റ് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് വെരിഫിക്കേഷൻ സമയത്ത് തള്ളിപ്പോവും. നിങ്ങൾ 3rd സെമ്മിൽ പോയിട്ട് എഴുതുക,
എഴുതി കഴിഞ്ഞ് തേർഡ് സെമ്മിൽ വെച്ച് കിട്ടിയാൽ വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങളുടെ പ്രിൻസിപ്പളിന്റെ സാക്ഷ്യപത്രം എഴുതി ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് വേണം വെരിഫിക്കേഷനിൽ ചെല്ലാനായിട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. വെരിഫിക്കേഷൻ ടൈമിൽ കൃത്യമായിട്ട് 1 വർഷത്തിനുള്ളിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ കൊടുക്കുകയും കൂടി ചെയ്യണം. ഇതാണ് അതിനകത്തെ കാര്യം. വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളാണ്. ബയോടെക്നോളജി എന്ന് പറയുന്നതിൽ ബയോടെക്നോളജിക്കാരുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടോ അതിനകത്ത് ബയോടെക്നോളജിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നാച്ചുറൽ സയൻസിൽ BEd ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ബയോടെക്നോളജിയുടെ സെറ്റാണ്. നാച്ചുറൽ സയൻസിന്റെ സുവോളജിയോ ബോട്ടണി നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല എന്നുകൂടി മനസ്സിലാക്കാം. സെറ്റ് ഉണ്ടെങ്കിലേ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. സെറ്റിന്റെ ജനറൽ പേപ്പറിന്റെ സിലബസിനകത്ത് നോക്കിയാൽ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, കേറ്ററ്റിന്റെ 3യിലും അല്ലെങ്കിൽ കേറ്ററ്റ് 2ന്റെ അകത്തും ഒക്കെയുള്ള സിലബസിനകത്തുള്ള സാധനങ്ങളുടെ ഹയർ സാധനമാണ് ജനറൽ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ജനറൽ പേപ്പറിൽ സെറ്റിനകത്ത് വരുന്നത്, പേപ്പർ 1ൽ വരുന്നത്. അതായത് സെറ്റിന്റെ പേപ്പർ 1ന്റെ ലെവലിൽ പഠിച്ചാൽ കേറ്ററ്റ് 3യും ക്വാളിഫൈഡ് ആവും, കേറ്ററ്റ് 2വും ക്വാളിഫൈഡ് ആവും, CTETന്റെ പേപ്പർ 2വും ക്വാളിഫൈഡ് ആവും. ഇതുകൊണ്ടാണ് ഒറ്റ പ്രിപ്പറേഷനിൽ 4 എക്സാം ക്വാളിഫൈഡ് ആവാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം. അതുകൊണ്ടാണ് ഒറ്റ പ്രിപ്പറേഷൻ എല്ലാത്തിനും ഒന്നിച്ച് ചെയ്യാന്നുള്ള ഒരു മെത്തേഡ് നമ്മൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാറുള്ളതിന്റെ കാരണം അത് തന്നെയാണ്. ഈ എക്സാംസ് ഇപ്പൊ സെറ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വിജയശതമാനം വളരെ കുറവാണ്. മറ്റേ കേറ്ററ്റിന്റെ അത്രയും പോലും വിജയശതമാനമില്ല. കാരണം എന്താ, ഈ കട്ട് ഓഫ് രീതി ഇങ്ങനെ ആയതുകൊണ്ട് PG ലെവൽ എക്സാം ആയതുകൊണ്ട്. അപ്പൊ അതിന് പ്രിപ്പറേഷൻ ആവശ്യമാണ് തീർച്ചയായിട്ടും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് സിസ്റ്റമായിട്ട് എൻട്രി ഇനിയും മുമ്പോട്ട് ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അരമണിക്കൂറിൽ ഈ പ്രധാനപ്പെട്ട എക്സാംസിനെ കുറിച്ച് എല്ലാം ഉള്ള ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ ഭാഗം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇപ്പോൾ ഇതിന് ശേഷം കാവ്യ മിസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഒരു ഏരിയയെ കുറിച്ച്, അല്ലെങ്കിൽ നഴ്സറി, നമ്മുടെ എന്താ പറയുക, ഹൈസ്കൂൾ അസിസ്റ്റന്റ്, LP UP എക്സാംസ്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, അതേപോലെ തന്നെ നവോദയ, അതുപോലെ ആർമി പബ്ലിക് സ്കൂള്, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് ചോദിക്കാം, നമുക്ക് അതേക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ്, എന്തെങ്കിലും ഉണ്ടോ? യൂസ്ഫുൾ ആയിരുന്നോ? ഹലോ, ഗുഡ് ഈവനിങ് സാർ. എന്റെ പേര് ആർദ്ര. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആക്ച്വലി ഈ MSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പുതിയ ഒരു കോഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, ഒരു ന്യൂജൻ കോഴ്സ് ആണല്ലോ. ആ കോഴ്സിന് നമുക്കിപ്പോ ആ കോഴ്സ് പഠിച്ചിറങ്ങിയ ഒരാൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ സെറ്റ് എഴുതാൻ പറ്റുമോ BEd ഇല്ലാതെ? അതായത് സ്റ്റാറ്റിക്കാർക്ക് നിലവിൽ BEd വേണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊക്കെ കുഴപ്പം എന്താ വെച്ചാല്, എപ്പോഴും പ്യുവറിനാണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ പുതിയ ന്യൂജൻ കോഴ്സ് വരുമ്പോൾ 2030 കൂടി ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ അത് ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു. അതായത് നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ 2030 എത്തുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരും. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തന്നെ ഒരുപാട് മാറ്റങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ സ്ട്രക്ചർ ഒക്കെ മാറും. ബട്ട് സ്റ്റിൽ എലിജിബിലിറ്റി ടെസ്റ്റ് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ അവിടുത്തെ പ്രശ്നം വരുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഇറങ്ങിയ ആൾക്കാരൊക്കെ സഫർ ചെയ്യുന്ന ഒരു ഇഷ്യൂ ഞാൻ പറയാം. ഇപ്പൊ HSA എന്ന് പറയുന്ന ഒരു എക്സാം, ഹൈസ്കൂൾ അസിസ്റ്റന്റ് എക്സാം, ഫിസിക്കൽ സയൻസിന് കഴിഞ്ഞ് 8 വർഷമായിട്ട് വിളിച്ചിട്ടുള്ള അതൊരു കേസിൽ കിടക്കുക. ആ കേസ് എന്താ വെച്ചാൽ സബ്സിഡറി എന്ത് പഠിച്ചു, സബായിട്ട് പഠിക്കുന്നു. ഫിസിക്സുകാർ കെമിസ്ട്രി പഠിക്കണം, കെമിസ്ട്രിക്കാർ ഫിസിക്സ് പഠിക്കണം എന്ന റൂൾ ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ ഇലക്ട്രോണിക്സ് എടുക്കുന്നവരുണ്ടായിരുന്നു. ന്യൂജൻ കോഴ്സുകൾ വന്നപ്പോൾ ഇലക്ട്രോണിക്സും അല്ലെങ്കിൽ IT അങ്ങനത്തെ വേറെയുള്ള കോഴ്സുകൾ വന്നപ്പോൾ അവരത് കഴിഞ്ഞിട്ട് BEd എടുക്കാൻ പോയി. BEd എടുത്തിട്ട് വന്നിട്ട് ഇവർക്ക് HSA എഴുതാൻ നോക്കുമ്പോൾ പറ്റത്തില്ല, UP മാത്രമേ പറ്റത്തുള്ളൂ. അവര് കേസ് കൊടുത്ത് ഇങ്ങനെ ഇഷ്യൂ ആയി. ആ കേസിൽ ഇതുവരെ വിധി വന്നിട്ടില്ല. ഇടയ്ക്ക് നിന്റെ ഒരു PSCയുടെ ലിസ്റ്റിൽ വന്നവർക്കൊക്കെ ജോലി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു വിധി വന്നു. പിന്നെ രണ്ടാമതൊരു കേസ് പോയിരിക്കാം. അപ്പൊ ഇതെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചേഞ്ച് ആവാം. നിലവിലത്തെ റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ പറയുന്ന സെറ്റിന്റെ കാര്യം പറയുന്നത്. ഇപ്പൊ പുതിയ സാധനങ്ങൾ വരുന്ന സമയത്ത് ഈ മാറ്റം, ഇപ്പൊ ബയോടെക്നോളജി തന്നെ അവരിടയ്ക്ക് പറ്റില്ലായിരുന്നു, ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഹൈസ്കൂളിൽ സുവോളജി ബോട്ടണിക്ക് അല്ലെങ്കിൽ ബയോളജി എന്നുള്ള കാറ്റഗറിയിൽ ബയോടെക്നോളജി പറ്റും. പക്ഷെ ഹയർ സെക്കൻഡറിയിൽ അവർക്ക് സുവോളജിയും ബോട്ടണിയും പറ്റത്തില്ല. അവർക്ക് എന്തേ പറ്റുള്ളൂ, ബയോടെക്നോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് തന്നെ അവർക്ക് പറ്റുള്ളൂ. ആ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഇപ്പൊ ബിടെക്കുകാർക്ക് പോലും BEd ചെയ്യാൻ പറ്റുന്ന ഒരു കാലം. ബിടെക്കുകാർ BEd ചെയ്ത് കഴിഞ്ഞാൽ UP അവർക്ക് പഠിപ്പിക്കാം, ഹയർ സെക്കൻഡറിയിലോ ഹൈസ്കൂളിലോ പറ്റില്ല സ്റ്റിൽ. അപ്പൊ അതാണ് അതിനകത്ത് വ്യത്യാസം. ഈ കോഴ്സുകൾ വരുന്നതിനൊപ്പം തന്നെ BEdന്റെ രീതികളും മാറും. ഈ 4 ഇയർ ഇന്റഗ്രേറ്റഡ് BEd എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകളൊക്കെ വരും. അപ്പൊ ആ സ്പെഷ്യൽ ആയിട്ടുള്ള കോഴ്സുകൾ, ഇപ്പം സ്പെഷ്യൽ ആയിട്ടുള്ള പേപ്പറുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാനും എടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ പറ്റും. പക്ഷെ പ്യുവർ സബ്ജക്റ്റിലേക്ക് എടുക്കുമ്പോഴാണ് ഈ ഇഷ്യൂ വരുന്നത്. അതായത് മാത്സ് നിങ്ങൾക്ക് പറ്റുമെന്ന് വെച്ചില്ല, നിലവിലത്തെ റൂൾസ് വെച്ച് പറ്റില്ല. ഇപ്പൊ കുറച്ചാൾ മുമ്പ് വരെ കൊമേഴ്സുകാർക്ക് ഹൈസ്കൂളിൽ സോഷ്യൽ സയൻസ് എഴുതാൻ പറ്റില്ലെന്നായിരുന്നു. 1 വർഷം മുമ്പൊക്കെ ഞാൻ പറയുമ്പോൾ അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റഗറി 3 സോഷ്യൽ സയൻസ് എഴുതുകയും ചെയ്യാം. നിങ്ങൾക്ക് നിലവിലത്തെ റൂൾ വെച്ചിട്ട് മാറ്റം വരാം, റൂൾസിനൊക്കെ മാറ്റം വരാം. ഞാൻ ഇന്ന് പറയുന്ന ഇന്ന് വരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ജോലിയിൽ HSA ആയിട്ട് ജോലി പ്രവേശിക്കുന്നതിന് പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ അതിന് നാളെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൂടി മനസ്സിലാക്കാം. ഓക്കെ ആർദ്ര, അപ്പൊ അതുകൊണ്ട് അപ്ഡേഷൻസ് വരുമ്പോൾ മാത്രമാണ് നമുക്കത് പറയാൻ പറ്റുക. ഓക്കെ, താങ്ക് യു സർ. ശരി, മറ്റെന്തെങ്കിലും?
സാർ കേറ്റിട്ട് കാറ്റഗറി 2ഉം 3ഉം പാസ്സാണ്, അതേപോലെ സെറ്റും പാസ്സാണ്. ഇനി ഞാൻ സീറ്ററ്റ് എഴുതേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. സീറ്ററ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ കേറ്ററ്റ് 2ഉം 3ഉം ക്വാളിഫൈഡ് ആയി, സെറ്റും ഉണ്ട്. കേരളത്തിലെ ഏത് സ്കൂളിലും പഠിപ്പിക്കാം, എവിടെ വേണമെങ്കിലും പോയിട്ട് ആ ക്വാളിഫിക്കേഷൻസ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ 3 മാത്രമുള്ള ഒരാൾ വരുമ്പോഴും 3ഉം 2ഉം സെറ്റും ഒക്കെ ഉള്ളവർ വരുമ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും പ്രയോറിറ്റീസും അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്റർവ്യൂ ബോർഡിലൊക്കെ കിട്ടും. സീറ്ററ്റ് എവിടെയാ? സീറ്ററ്റ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും സ്റ്റേറ്റ് വിട്ട് പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാജ്യം വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ പോകാനായിട്ട്, ഗൾഫിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെ പോവാണെങ്കിൽ അവിടെയൊക്കെ സീറ്ററ്റ് ഇല്ല പറ്റില്ല. കേറ്ററ്റിനല്ല അവിടെ വാല്യൂ, നാഷണൽ ലെവൽ എക്സാമിന് തന്നെയാണ് അവിടെ വാല്യൂ. ഇപ്പൊ എപ്പോഴെങ്കിലും കേരളത്തിന് പുറത്ത് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സീറ്ററ്റ് നിർബന്ധമാണ്. ഇപ്പം നമ്മുടെ ഇപ്പൊ മിസ് പറയും KV പോലുള്ള എക്സാംസിലോ അല്ലെങ്കിൽ നവോദയ പോലുള്ള എക്സാംസിലോ ഒക്കെ സീറ്ററ്റ് നിർബന്ധമാണ്. സെറ്റ് ഉണ്ടെങ്കിൽ ചില സാധനം നിങ്ങൾക്ക് എഴുതാൻ പറ്റും, നാഷണൽ ലെവൽ എക്സാംസിലൊക്കെ നിങ്ങൾക്ക് ഈക്വൽസ് ഒക്കെ വെച്ചിട്ട് എഴുതാൻ പറ്റും. പക്ഷെ അല്ലാണ്ട് സീറ്ററ്റ് നിർബന്ധമായിട്ട് വരുന്ന ചില എക്സാംസ് നാഷണൽ ലെവൽ എക്സാംസിൽ വരും. അപ്പൊ നാഷണൽ ലെവലിലേക്ക് പോകണം എന്നാണ് ആഗ്രഹമെങ്കിൽ സീറ്ററ്റ് കൂടി എഴുതിയെടുക്കുക. കേറ്ററ്റ് 2ഉം കേറ്ററ്റ് 3ഉം സെറ്റും എഴുതിയെടുത്ത ഒരാളെ സംബന്ധിച്ച് സീറ്ററ്റ് എഴുതാൻ ഒരു പ്രയാസവും ഇല്ല. സീറ്ററ്റ് ഉറപ്പായിട്ടും കിട്ടും. അതുകൊണ്ട് അത് എഴുതി വെച്ചു. എത്രത്തോളം ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ അത്രയും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് എന്ന് കൂടി മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു സാർ. ശരി, എന്റെ പേര് സന. കേട്ടിട്ട് കാറ്റഗറി 3-ല് ലാംഗ്വേജസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ സബ്ജക്ട് ഇംഗ്ലീഷ്, എന്റെ സബ്ജക്ട് ഇംഗ്ലീഷ് ആണ്. അപ്പൊ എനിക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇംഗ്ലീഷ് തന്നെ ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം ഞാൻ നേരത്തെ കാണിച്ചതിനകത്ത് പറഞ്ഞില്ലേ, ഇപ്പൊ ലാംഗ്വേജ് സെപ്പറേറ്റ് ആയിട്ട് അവർ ട്രീറ്റ് ചെയ്ത്. ഇപ്പൊ നേരത്തെ ആ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ. കാണിച്ചതാ, നോക്കിയേ, ഭാഷ ഒഴികെ എന്ന് പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ട് അവിടെ. ഭാഷ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സബ്ജക്റ്റും ഭാഷ തന്നെയാണ്, അതുകൊണ്ട് അത് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ കാറ്റഗറി 2ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ 2 ലാംഗ്വേജ് എടുക്കേണ്ടി വരും, ഇംഗ്ലീഷും മലയാളം എടുക്കേണ്ടി വരും. 3ൽ ഇംഗ്ലീഷ് തന്നെ എടുത്താലും പ്രശ്നമൊന്നും വരില്ല. അങ്ങനെ നിലവിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഇനി എന്തെങ്കിലും ചേഞ്ച് വരാം, മേ ബി ഇപ്പൊ പറയുന്ന കാര്യം ആയിരിക്കില്ല, അടുത്ത പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചേഞ്ചസ് ഒക്കെ വരാം കേട്ടോ. നിലവിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. താങ്ക് യു സർ. മറ്റെന്തെങ്കിലും ഉണ്ടോ? സർ, എന്റെ ഓപ്ഷൻ കൊമേഴ്സ് ആണ്. അപ്പം എനിക്ക് കേട്ടിട്ട് കാറ്റഗറി 2 എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും കാറ്റഗറി 2 എല്ലാവർക്കും എഴുതാം. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, കാറ്റഗറി 2 എല്ലാവർക്കും എഴുതാവുന്ന ഒരു കാറ്റഗറിയാണ്. നിങ്ങൾ എല്ലാവരും എഴുതുകയും വേണം. ഇപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുന്നത്, നിങ്ങൾ ഒരു തവണ കഴിഞ്ഞിട്ട് ഇപ്പൊ 6 മാസം കൂടുമ്പോൾ എക്സാംസ് ഉണ്ടല്ലോ, എന്നാ പിന്നെ BEdന്റെ തിരക്ക് കഴിഞ്ഞിട്ട് ഫോർസം കഴിഞ്ഞിട്ട് എഴുതാന്നൊക്കെ വിചാരിച്ചു. കാരണം ഒരുപാട് പേര് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, അവർക്ക് എല്ലാം മണി കിട്ടിയിട്ടുണ്ട്. 2019 ഈ ഒരു കറക്റ്റ് എക്സാം പറയുകയാണെങ്കിൽ 2019 ഇത്തരത്തില് എഴുതിയെടുക്കാത്ത ആൾക്കാർക്ക് അന്നത്തെ UP സ്കൂൾ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് തൊട്ട് മുമ്പ് 2016 PSCക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നതിന്റെ പകുതി ആൾക്കാർ 2019 അപ്ലൈ ചെയ്യണം. 50% ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റാതെ പുറത്തുപോയി, കാരണം ഈ എക്സാംസ് ഇല്ലായിരുന്നതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് എഴുതിയെടുത്തിട്ട് വന്ന് ആദ്യത്തെ ചാൻസ് ഉപയോഗിക്കാന്നുള്ളത്. അപ്പൊ 2 എഴുതണം, 3 എഴുതണം. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പോട്ട് അതിന് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതിയില്ല, അടുത്ത പ്രാവശ്യം എഴുതിയെടുക്കാന്നൊക്കെ വിചാരിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഈ PSCയുടെ ഒരു അവസരം അല്ലെങ്കിൽ 3-4 വർഷം കഴിഞ്ഞിട്ട് വരുള്ളൂ. ഇപ്പൊ 2019 കഴിഞ്ഞ പിന്നെ 2023 ഡിസംബറിലാണ് അടുത്ത നോട്ടിഫിക്കേഷൻ പിടിച്ചത്. അപ്പൊ അത്ര സമയം പോകും. അതുകൊണ്ട് 2 എഴുതുക, കൊമേഴ്സുകാരാണെങ്കിലും 2 എഴുതുക, 3ൽ സോഷ്യൽ സയൻസ് എഴുതുക, സെറ്റും എഴുതുക. ഇതെല്ലാം എഴുതുക. നിങ്ങൾ എല്ലാവരും ഒറ്റ ചാൻസിൽ, കാരണം BEd പഠിക്കുമ്പോഴാണ് ഇത് ഏറ്റവും, നിങ്ങളുടെ സിലബസിൽ ഏറ്റവും ബ്രീഫ് ചെയ്യാൻ കാണിച്ചില്ലേ, ഡീറ്റെയിൽഡ് സിലബസ് വേറെ ഉണ്ട് കേട്ടോ. നിങ്ങൾ അതിന്റെ സബ്ജക്റ്റ് എടുത്ത് നോക്കണം. ആ സിലബസ് എല്ലാം നിങ്ങൾ BEd പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതിപ്പോഴാണ് നിങ്ങൾക്ക് പറ്റിയത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. ഓരോന്നോരോന്ന് പിന്നെ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുക. ക്വാളിഫൈഡ് ഒറ്റ ശ്രമത്തിൽ തന്നെ ക്വാളിഫൈഡ് ആവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാറ്റഗറി 2 ഉറപ്പായിട്ട് എല്ലാവർക്കും എഴുതാം. ഓക്കെ സാർ, താങ്ക് യു. ശരി, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ഒരു മേഖലയിൽ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. ഒന്നുമില്ല, യൂസ്ഫുൾ ആയിരുന്നു എന്ന് പ്രതീക്ഷിച്ചോട്ടെ. ഓക്കെ അല്ലേ? ശരി, അപ്പൊ നിങ്ങളുടെയൊക്കെ തമ്മിൽ ഒരുപാട് സ്നേഹം. മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുള്ള സമയത്ത് എൻട്രി ആയിട്ട് കോൺടാക്ട് ചെയ്യുക. എൻട്രിയുടെ കോഴ്സിനെ കുറിച്ചോ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രിയിൽ കോൺടാക്ട് ചെയ്യുക. ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത ഒരു അരമണിക്കൂർ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വാളിഫിക്കേഷൻസ് കിട്ടിയ ആൾക്കാരാണെന്ന് ഞാൻ വിചാരിക്കണം. കേറ്ററ്റും സീറ്ററ്റും സെറ്റും ഒക്കെ ഒറ്റ പ്രിപ്പറേഷൻ തന്നെ നിങ്ങളെല്ലാം എഴുതിയെടുത്തിട്ട് വരും. നിങ്ങളെല്ലാം നല്ല അടിപൊളി ടീച്ചേഴ്സ് ആവും അടുത്ത ഫ്യൂച്ചറിൽ. അങ്ങനെ എഴുതിയെടുത്ത് ക്വാളിഫിക്കേഷൻസോടുകൂടി പുറത്തേക്ക് വരുന്ന നിങ്ങൾക്ക് എന്തെല്ലാം സാധ്യതകളാണ് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഉള്ളത് എന്നുള്ളത് മിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അടുത്ത 2ാമത്തെ ഭാഗത്ത്. ഓക്കെ, അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ് എല്ലാം നേടിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് റെഡി ആയിട്ട് വരിക. നിങ്ങളുടെ ഒപ്പം ത്രൂ ഔട്ട് നിങ്ങളുടെ ടീച്ചിങ് കരിയറിൽ എൻട്രി ടീം മുഴുവനായിട്ടും ഉണ്ടാവും.
എല്ലാവർക്കും ആശംസകൾ. മിസ് കേൾക്കുന്നുണ്ടോ മിസ്സേ? സാറേ കേൾക്കാം കേൾക്കാം. വീഡിയോ വന്നിട്ടില്ല, ഓഫാണ്. ഓക്കെ ഓക്കെ, വീഡിയോ ഓൺ ആണ് സർ. ശരി ശരി. ഓക്കെ, അപ്പൊ മിസ് നിങ്ങളോട് ബാക്കി കാര്യങ്ങൾ പറയും, ഡൗട്ട്സ് ചോദിക്കുക. എല്ലാവർക്കും ആശംസകൾ. അടിപൊളിയായിട്ട് എക്സാംസ് എല്ലാം അടുത്ത ചാൻസിൽ തന്നെ എഴുതിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. താങ്ക് യു. എല്ലാവർക്കും കേൾക്കാമോ? ഓഡിബിൾ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്, അതിന്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. എല്ലാവർക്കും കേൾക്കാലോ അല്ലെ? ക്ലിയർ ആണ് മിസ്സേ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. സോ സാറ് പറഞ്ഞ ഈ ക്വാളിഫിക്കേഷൻസ് എല്ലാം നമ്മൾ നേടിക്കഴിഞ്ഞു അല്ലെ? ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത്? നമുക്കൊരു സ്വപ്നമുണ്ട്. എന്താണ് നമ്മുടെ സ്വപ്നം? നാളത്തെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാവുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതിനായി നമുക്ക് എന്തറിയണം? അവസരങ്ങളെ കുറിച്ച് തിരിച്ചറിയണം. അപ്പൊ നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നതും എന്ത് തന്നെയാണ്? നമ്മളുടെ അവസരങ്ങളെ കുറിച്ച് തന്നെയാണ് അല്ലെ? അപ്പം ആ അവസരങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മളുടെ ആർമി പബ്ലിക് സ്കൂൾ എക്സാം എന്ന് പറയുന്നത്. കേന്ദ്രീയ വിദ്യാലയ എക്സാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പരീക്ഷയാണ് ആർമി പബ്ലിക് സ്കൂൾ എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് പരീക്ഷകൾ, സാറ് പറഞ്ഞ ഈ പരീക്ഷകൾ എല്ലാം തന്നെ ക്രാക്ക് ചെയ്തവരാണ് അല്ലെ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരീക്ഷ പാസ്സാവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹെക്ടിക് ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ എവിടെയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ? നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ, ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റി അഥവാ AWESന്റെ പോർട്ടലിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അയ്യോ, നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ലല്ലോ. വേഗം ദാ വാട്സ്ആപ്പ് കോളത്തിൽ നോക്കിക്കേ, നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടല്ലേ? ഓടിച്ചെന്ന് അങ്ങ് അപ്ലൈ ചെയ്തോളൂ. എല്ലാവരും അപ്ലൈ ചെയ്തോ? അപ്ലൈ ചെയ്തു അല്ലെ? ഈ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയി അങ്ങ് എക്സാം എഴുതിക്കേ. അയ്യോ, ടഫ് ആണെന്നാണോ? ഒരിക്കലും ഒരു ടഫ് ആയിട്ടുള്ള എക്സാം അല്ല. സെറ്റ്, നെറ്റ്, സീറ്ററ്റ് ഇതെല്ലാം എഴുതി ക്വാളിഫൈഡ് ആയവരല്ലേ നിങ്ങൾ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഹെക്ടിക് ആയിട്ടുള്ളതല്ല. അപ്പൊ എക്സാം ഒക്കെ എഴുതിയോ? റിസൾട്ടിനായി വെയിറ്റ് ചെയ്യുകയാണ് അല്ലെ? യെസ്, ഇതാ നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കുന്നു. ഫോണിലൊരു മെസ്സേജ് വന്നോ? ദാറ്റ് യു സക്സസ്ഫുള്ളി ക്വാളിഫൈഡ് യുവർ എക്സാം. യെസ്, നാളെ പോയിട്ട് സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം. മറ്റന്നാൾ ആവട്ടെ, ഇതിപ്പോ നല്ല മഴയല്ലേ, കുറച്ചുകൂടി ഒക്കെ കഴിയട്ടെ. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. വെറും 10 ദിവസം മാത്രമാണ് ഈ ഒരു ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള ഈ പോർട്ടലിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭ്യമാകുന്നത്. ഓടിച്ചെന്ന് അങ്ങ് ഡൗൺലോഡ് ചെയ്തോളൂ. ഡൗൺലോഡ് ചെയ്ത് വെച്ചു അല്ലേ? ഇനി ഇന്റർവ്യൂവിന് വേണ്ടി അവർ നിങ്ങളെ വിളിക്കോ? ഒരു വശത്താലും വിളിക്കില്ല. അതാണ് നമ്മുടെ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത്, അതായത് ഇന്റർവ്യൂ പ്രോസസ്. ഇനി എന്താണ്? വാട്സ് ന്യൂ കോളത്തിന്റെ കീഴിൽ തന്നെ പല സ്കൂളുകളിലേക്കും നോട്ടിഫിക്കേഷൻ വരും. എസ്പെഷ്യലി ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ജോബാണ് ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള APS എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങ് അപ്ലൈ ചെയ്തു അല്ലേ? ഇനി സ്കൂളിലേക്ക് പോണം. പക്ഷേ വെയിറ്റ് എ സെക്കൻഡ്, ഒരു കാര്യം ഉണ്ട് കേട്ടോ. അപ്ലൈ ചെയ്തപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതൊരു ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള പ്രോസസ് ആണ്. 4 പേജ് അപ്ലിക്കേഷൻ ഫോം ആണ് നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. വളരെ കെയർഫുള്ളായി, വളരെ ശ്രദ്ധിച്ചു തന്നെ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. കാരണം നമ്മൾ ടീച്ചേഴ്സ് ആണ് അല്ലെ? ഞാനും നിങ്ങളും എല്ലാവരും ടീച്ചേഴ്സ് ആണ്. അപ്പൊ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താണ്? കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കിംഗ് ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി, വളരെയധികം കെയർഫുൾ ആയി തന്നെ ഈ ഫോമുകൾ ഫില്ല് ചെയ്യാനായി ശ്രമിക്കുക. ഫോമൊക്കെ എല്ലാരും ഫില്ല് ചെയ്തോ? എന്നാ പിന്നെ എന്തിനാണ് താമസിക്കുന്നത്? ഇന്റർവ്യൂ നോട്ടിഫിക്കേഷൻ വന്നോ നിങ്ങൾക്ക്? വേഗം പോയി ഇന്റർവ്യൂ ഒന്ന് പങ്കെടുത്തോളൂ. അയ്യോ, ഇന്റർവ്യൂ ടഫ് ആയിരിക്കോ? ഇന്റർവ്യൂവിന് ഹിന്ദി അറിയണോ? ഇതാണ് എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു കാര്യം അല്ലെ? അങ്ങനെ നിബന്ധനകളൊന്നും എവിടെയും പറയുന്നില്ല. ഇംഗ്ലീഷ് അറിയുന്നവരല്ലേ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കൊന്നും ഒരു ടഫ് ആയിട്ടുള്ള കാര്യമല്ല. നല്ല രീതിയിൽ ക്ലാസ് എടുക്കുക. ഇനി ടെക്നിക്കൽ ആയിട്ടുള്ള പദങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ടെക്നിക്കൽ പദങ്ങൾ ഹിന്ദിയിൽ പഠിപ്പിക്കുക. അത് മാത്രമേ ഇവിടെ നിബന്ധനയായിട്ട് വരുന്നുള്ളൂ. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു അല്ലേ? റിസൾട്ടിനായി വെയിറ്റ് ചെയ്യായിരിക്കും. നമുക്ക് നോക്കാം
ദാ വാട്സ് ന്യൂ കോളത്തിന്റെ കീഴിൽ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടല്ലോ. നിങ്ങളിൽ 10 പേർക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. കൺഗ്രാചുലേഷൻ. എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അടുത്തൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിലേക്കാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കോളും മെസ്സേജും ഒക്കെ വരും. എന്താണ്? അതായത് നിങ്ങളുടെ ടീച്ചിങ് സ്കില്ലാണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങളിൽ 10 പേരുണ്ടല്ലേ, ഈ 10 പേർക്കും ഒരു ടോപ്പിക് ആണ് തരുന്നത്. ഈ ഒരു ടോപ്പിക് ഏറ്റവും ഡിഫറെന്റ് ആയി, ഏറ്റവും ഡൈവർജന്റ് ആയി, ക്രിയേറ്റീവായി എടുക്കുന്നവരാണോ നിങ്ങൾ, എങ്കിൽ യു വിൽ ബി ഓൺ ദ ടോപ്പ് റാങ്ക്. അപ്പൊ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എന്താ, കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അയ്യോ, അതിനി കമ്പ്യൂട്ടർ പോയി പഠിക്കണോ എന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലെ? ഒരാവശ്യമില്ല. നമ്മളെല്ലാരും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ കണ്ടുമുട്ടിയവരാണ് അല്ലെ? ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അറ്റംപ്റ്റ് ചെയ്യുക പറയുന്നത് ഒരിക്കലും ബുദ്ധിമുട്ടേറിയ ഒന്നല്ല. അപ്പൊ എല്ലാം കഴിഞ്ഞു, എല്ലാ പ്രോസസ്സും കഴിഞ്ഞു അല്ലേ? ഇനി എന്താ, നമ്മുടെ റാങ്ക് ലിസ്റ്റിനായി വെയിറ്റ് ചെയ്യാണ്. വന്നില്ലല്ലോ, ഒരുപാട് നേരമായി, ഒരുപാട് ദിവസങ്ങളായല്ലോ. യെസ്, ദാ റിസൾട്ട് വന്നിരിക്കുന്നു. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നു. ആദ്യത്തെ 10 പേരുടെ റാങ്ക്, അത് പൊസിഷൻ വൈസ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, അതായത് കേരള PSC ആണെങ്കിൽ അവർ പുറപ്പെടുവിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നതിന്റെ കാലയളവ് 3 വർഷമാണ് ഉള്ളത്. എന്നാൽ സാധാരണയുള്ള, അതായത് APSന്റെ ഏരിയയിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമാണ് ഉള്ളത്. ഈ 1 വർഷത്തേക്ക് സപ്പോസ് 3 വേക്കൻസിയാണ് ഒരു പെർട്ടിക്കുലർ സ്കൂളിൽ ഉള്ളതെങ്കിൽ അവർ 5 പേരെ എന്ത് ചെയ്യും, സെലക്ട് ചെയ്ത് വെക്കും. അപ്പൊ കുറച്ചു പേർക്കൊക്കെ ജോലി റെഡിയായി കഴിഞ്ഞു അല്ലെ? ഇത് കഴിഞ്ഞ വർഷം എക്സാം നടന്നതാണ്. 30th സെപ്റ്റംബറിനും 1st ഒക്ടോബറിനുമായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇതൊരു ഓൺലൈൻ എക്സാം ആണ്. ഞങ്ങളൊക്കെ എഴുതി ക്വാളിഫൈഡ് ആകുന്ന സമയത്ത് ഈ എക്സാം ഒരു പെൻ ആൻഡ് പേപ്പർ എക്സാം ആയിരുന്നു. മറിച്ച് ഇപ്പൊ നിങ്ങൾ വളരെ ലക്കി ബാച്ച് ആണ്. കാരണം നിങ്ങൾക്ക് ഡിജിറ്റൽ നെറ്റ്വർക്കിലൂടെയാണ് ഇപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റുന്നത്. അതിനർത്ഥം പ്രാവശ്യം നിങ്ങൾ ആൻസർ എഴുതിയാൽ പിന്നീട് മാറ്റിക്കറപ്പിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജനറൽ കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ 50% മാർക്ക്, OBC ആണെങ്കിൽ 45% മാർക്ക്, SC ST ആണ്, വേറെ റിസർവേഷൻ കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 40% മാർക്കാണ് വേണ്ടത്. 3 കാറ്റഗറിയിലേക്കാണ് എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത്. PGT, TGT, PRT പോസ്റ്റ്. PGT ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ PGക്ക് 50% മാർക്ക്, BEdന് 50% മാർക്കാണ് വേണ്ടത്. TGT ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഗ്രാജുവേഷന് 50%, BEdന് 50% മാർക്കാണ് വേണ്ടത്. PRT ആണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഗ്രാജുവേഷന് 50%, അതുപോലെ BEdന് 50% മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത് കഴിഞ്ഞ വർഷത്തെ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആയിരുന്നു. എക്സാം എന്ന് പറയുന്നത് CBT എക്സാം ആണ്. 3 മണിക്കൂറാണ് നിങ്ങളുടെ പരീക്ഷ. വളരെ വിശാലമായി തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള സമയമുണ്ട്. 200 ചോദ്യമാണ് ഉള്ളത്. ഈ 200 ചോദ്യങ്ങളെ 100 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവാലുവേഷൻ നടക്കുന്നത്. നിങ്ങളുടെ PGT, TGTയിലേക്കാണെങ്കിൽ പാർട്ട് A സെക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ജനറൽ അവയർനെസ്, മെന്റൽ അബിലിറ്റി, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റ്സ് ആൻഡ് മെത്തഡോളജി പാർട്ടാണ് ഉള്ളത്. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ ആ സബ്ജക്റ്റിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ജനറൽ അവയർനെസ് കണ്ടിട്ട് തന്നെ ഭയപ്പെട്ടിട്ടുണ്ടാവും അല്ലെ? ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തന്നെ യാതൊരു പ്രമോഷന് വേണ്ടി വന്നതല്ല. പക്ഷെ എങ്കിലും എൻട്രിയുടെ ചാനലിൽ കൂടെ തന്നെ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഞങ്ങൾ ഡെയിലി മോർണിംഗ് സെഷനിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ ഒരുപാട് യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ടെലിഗ്രാം ചാനൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതെല്ലാം ഉപയോഗിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്ത് ചെയ്യണം? നമ്മൾ കറണ്ട് അഫയേഴ്സ് എഴുതി വെക്കുക, വീണ്ടും വീണ്ടും വായിക്കുക. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. പാർട്ട് A PRT ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് A മാത്രമാണ് ഉള്ളത്. അവിടെ ജനറൽ അവയർനെസ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റ്സ് ആൻഡ് മെത്തഡോളജി മാത്രമാണ് ഉള്ളത്. സാറ് പറഞ്ഞ ഈ പരീക്ഷകൾക്ക് ഒന്നും തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു അല്ലെ? പക്ഷേ
നമ്മളുടെ ഈ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കെല്ലാം തന്നെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ കെയർഫുൾ ആയി ആൻസേഴ്സ് മാർക്ക് ചെയ്യാനായി ശ്രമിക്കുക. അപ്പൊ കുറെ പേർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു അല്ലെ. അടുത്തത് എന്താണ്? കേന്ദ്രീയ വിദ്യാലയ പരീക്ഷ. PGT, PGT, PRT പോസ്റ്റുകളിലേക്കാണ് KV നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാറുള്ളത്. ഇനി ഞാനൊരു കഥ പറയാം. 2018 എക്കണോമിക്സിന്റെ PGT-യുടെ പരീക്ഷ നടന്നു. അന്ന് ടോപ്പറായി വന്ന കുട്ടിയുടെ മാർക്ക് 138. അന്നത് വലിയ ചർച്ചയായി. കാരണം എന്താ വെച്ചാൽ 150-ലാണ് 138 മാർക്ക് കിട്ടിയത്. എങ്ങനെയാണ് ആ കാൻഡിഡേറ്റിന് ഇത്രയും ലഭിച്ചത്? എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു കാണോ? സ്വാഭാവികമായി നമ്മളുടെ മൈൻഡിൽ വരുന്ന ചോദ്യമാണ്. എന്നാൽ അതൊന്നുമല്ല, മറിച്ച് ആ കാൻഡിഡേറ്റ് എന്താണ് ചെയ്തത്? 3 വർഷം ഇതിനായി ആ കാൻഡിഡേറ്റ് ഡിവോട്ട് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളെങ്ങനെയാ നാളെ ആവട്ടെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നാണ് ജനറലി ഞാനൊക്കെ അങ്ങനെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നിരുന്നത്. പക്ഷെ ആ കുട്ടിയുടെ കാര്യത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് PGT, TGT, PRT പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാറുണ്ട്? KV അപ്ലിക്കേഷൻസ് വിളിക്കാറുണ്ട്. ആ കുട്ടിയുടെ എക്സാമ്പിൾ നമുക്ക് മാതൃകയാക്കാം അല്ലെ. അതായത് ഈ എക്സാം വരട്ടെ, നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാം എന്നല്ല. നോട്ടിഫിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും പഠിക്കട്ടെ, അല്ലെങ്കിൽ വരട്ടെ, ഞാൻ ഇന്നേ റെഡിയാണ് എന്നുള്ളതായിരിക്കണം നമ്മളുടെ കൺസേൺ. അപ്പൊ കുറച്ചു പേർക്ക് KV-യിലേക്കും സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞു. PGT-യുടെ ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് PGക്ക് 50% മാർക്ക്, B.Ed-ന് 50% മാർക്ക്. TGT ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഗ്രാജുവേഷന് 50% മാർക്ക്, B.Ed-ന് 50% മാർക്ക്. ഇതാണ് നിങ്ങളുടെ കണ്ടീഷൻ. ഇവിടെയും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറെ എക്സാംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അടുത്തത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട പരീക്ഷ. എന്താണ് ഇതിനെക്കുറിച്ച് ഞാൻ പറയാതിരിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത്. നമ്മളുടെ പ്രിയപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂൾ എക്സാം അഥവാ HSST അല്ലെ. നിങ്ങൾക്കറിയാം, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് HSST നടത്താറുള്ളത്. ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സെറ്റ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. ഇപ്പൊ സാറ് പറഞ്ഞ സെറ്റ് നിങ്ങൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞവരാണല്ലേ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഹെക്ടിക് ആയിട്ടുള്ള ഒരു ജേർണിയോ അല്ലെങ്കിൽ ഹെക്ടിക് ആയിട്ടുള്ള ഒരു കാര്യമോ അല്ല. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അതെപ്പോഴും മൈൻഡിൽ വെച്ചേക്കാം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, എക്കണോമിക്സിന്റെ HSST റാങ്ക് ലിസ്റ്റ് ഫെബ്രുവരി 2024 വന്നത്. ഇനി 2027 വരെ അതിന് കാലയളവുണ്ട്. ഒന്ന് ഓർത്തു നോക്കിക്കേ. സെറ്റ് ഇല്ല എന്നൊരു ദുഃഖത്താൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ല എന്നൊരു അവസ്ഥ വന്നാൽ വളരെ ശോചനീയമായിട്ടൊരു ഘടകമാണ് അല്ലെ. കാരണം നമുക്കെല്ലാം അറിയാം, HSST-യും HSA-യും ലയിപ്പിക്കാനായിട്ട് പോവാണ്. ഇനി ഒരു HSST ഉണ്ടാകുമോ? ഏറി വന്നാൽ ഒരു HSST-യും കൂടെ നമുക്ക് ലഭിച്ചേക്കാം. പിന്നീട് ഒരു HSST-ക്കായി കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം അത് ഉണ്ടാവില്ല. നമുക്കറിയില്ല, വമ്പൻ അവസരങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് ജനറലി പറയുന്നത്. അപ്പം ഞാനൊരു HSST അധ്യാപികയാണ് അല്ലെങ്കിൽ ഞാനൊരു HSST അധ്യാപകനാണെന്ന് അഭിമാനപൂർവ്വം പറയാനുള്ള ഒരു അവസരമാണ് ഇനി നമ്മളുടെ മുമ്പിലുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴായിരിക്കാം ആ ഒരു അവസരമുള്ളത്. സെറ്റ് ഇല്ല എന്നുള്ള കാരണത്താൽ അത് മിസ്സായി പോയാൽ നമ്മൾ കണ്ടതാണല്ലേ, LP UP ആ ഒരു കേറ്റഡ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയത്. വെറുതെ നമ്മൾ ദുഃഖിക്കണോ? വേണ്ട അല്ലെ. അടുത്തത് നമ്മളുടെ പ്രിയപ്പെട്ട LP UP എക്സാം ആണ്. നിങ്ങളെ പോലെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡൈവർജന്റ് ആയിട്ടുള്ള കുട്ടികളെ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി സെഷനിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷയാണ് LP UP എക്സാം എന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. കേറ്ററ്റ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. ജനുവരി 31 അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അല്ലെ. കേറ്ററ്റ് ഇല്ലാത്തത് കൊണ്ട് നോക്കിക്കേ, റിസൾട്ട് വന്നപ്പോ ക്വാളിഫൈഡ് ആയ അനേകം പേർക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. തീർത്തും ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അല്ലെ. ഇനി 3 വർഷം റെമ്യൂണറേഷൻ അവിടെ നിൽക്കട്ടെ, വേണം, പക്ഷെ റെമ്യൂണറേഷൻ അവിടെ നിൽക്കട്ടെ. അതിലും ഉപരിയായിട്ടുള്ളത് എന്താ, കുട്ടികളായിട്ട് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നത് അല്ലെ. മനോഹരമായിട്ടുള്ള ഒരു കരിയർ, ടീച്ചിങ് കരിയർ, അതാണ് നമുക്ക് അവിടെ മിസ്സാവുന്നത്. അപ്പൊ അടുത്തൊരു LP UP എക്സാം വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയില്ല എന്നൊരു ദുഃഖം അവിടെ ഒരിക്കലും ഉണ്ടാവരുത്. അടുത്ത ഒരു എക്സാം ആണ് HSA, ഹൈസ്കൂൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഹൈസ്കൂൾ ടീച്ചർ പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. നിങ്ങളെ പോലെ വീണ്ടും പറയാണ്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളെ
ഹൈസ്കൂൾ സെക്ഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന എക്സാം ആണ് HSA എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സാറ് പറഞ്ഞു ഇപ്പൊ HSA ഫിസിക്കൽ സയൻസ് ഒക്കെ പ്രോബ്ലം ആയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പം HSA ഒക്കെ വിളിക്കാൻ പോകുന്നുണ്ട്. ഒരുപാട് എണ്ണം വിളിച്ചു കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞു. ഇതാണ് നമ്മൾ ലയിപ്പിക്കാൻ പോണു എന്ന് പറയുന്നത്. HSAയും HSSTയുമാണ് ലയിപ്പിക്കാൻ പോകുന്നു പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്കറിയില്ല നാളെ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം ഒരു എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ HSSTയിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ ഒരു തുല്യം അല്ലെങ്കിൽ എന്താ പറയാ ഒരു അധ്യാപക തസ്തിക നിർണയം എന്ന് പറയുന്ന ഒരു പ്രോസസ് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഒരു 3 വർഷം മുമ്പ് തസ്തിക നിർണയം വരും നമ്മൾ ആരും പ്രതീക്ഷിച്ചതാണ് ഒരിക്കലും അല്ല. ആദ്യമായി തസ്തിക നിർണയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റാങ്ക് ലിസ്റ്റുകൾ അനിശ്ചിതമായി നിലനിന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പൊ നമുക്കറിയില്ല എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലേ. അപ്പൊ നാളെ എന്താണ് നമുക്കറിയില്ല. ഇനി ഇത് കൂടാതെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ഞങ്ങളുടെ വീട്ടിലിരുന്നിട്ടാണ് മീറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് പല പല ടീച്ചിങ് അക്കാഡമീസ്, ടീച്ചിങ് ആപ്സ്, എൻട്രി ഉൾപ്പെടെ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ഓപ്ഷൻസ് തരാറുണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിപ്പിച്ച് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാനുള്ള സോഴ്സ് എല്ലാ ആപ്പുകളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അതും നിങ്ങൾക്കൊരു ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ അബ്രോഡ് പോയിട്ട് നിങ്ങൾക്ക് ജോലി ഓപ്റ്റ് ചെയ്യാം. അബ്രോഡിലേക്ക് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ തന്നെ മോണ്ടിസോറി കോഴ്സ്, ഞാൻ പറഞ്ഞ ഞങ്ങൾ പ്രൊമോഷന് വേണ്ടി ഒന്നും വന്നതല്ല, അതുപോലെ മോണ്ടിസോറി കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കും. അതെല്ലാം USA UK റിക്കഗ്നൈസ്ഡ് ആണ്. ഇപ്പൊ പല ഏരിയകളിലും മോണ്ടിസോറി കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. USA UKയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏത് കൺട്രിയും ആയിക്കൊള്ളട്ടെ, ഇത്തരത്തിലുള്ള മോണ്ടിസോറി കോഴ്സുകൾ നിങ്ങളുടെ കയ്യിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ മോണ്ടിസോറി ആയിട്ട് നമ്മൾ കയറിയിട്ടാണ് പിന്നീട് നമ്മൾ പ്രൊമോഷനിലേക്ക് എത്തപ്പെടുന്നത്. IELTS നിർബന്ധമാണ്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞു ക്ലാസ്സിലായിരിക്കും നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് അവസരം ലഭിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ PR എടുത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ ദാറ്റ്. ഇനി അങ്ങനെയല്ല നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഴ്സ് എടുക്കുക, കോഴ്സ് എടുത്തിട്ട് അവിടെ പോവുക. എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസിലേക്ക് പോകാനായിട്ട് സാധിക്കൂ. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് നവോദയ ഉണ്ട്. പക്ഷെ നവോദയ പറയാത്തത് വേറൊന്നും കൊണ്ടല്ല, ഹിന്ദി മസ്റ്റ് ആണ്. 10 ചോദ്യമുണ്ട്. ഈ 10 ചോദ്യത്തിൽ 5 എണ്ണം കറക്റ്റ് ആക്കിയാൽ മാത്രമേ നിങ്ങളുടെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. മാത്രമല്ല ഹിന്ദിയിൽ പഠിപ്പിക്കാൻ അറിയുകയും വേണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതലായി പറയാറ്. ഒരുപാട് അവസരങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ടല്ലേ. ഈ അവസരങ്ങളെയെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നമുണ്ട്. എന്താണ് ആ സ്വപ്നം? നാളത്തെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാവുക. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഡ്രീം is not what you see while sleeping. It is something which does not make you sleep. സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തത് എന്താണോ അതാണ് സ്വപ്നം. അങ്ങനെയുള്ള ഒരു സ്വപ്നമായി മാറട്ടെ ഈ വർഷം തന്നെ നിങ്ങളുടെ എല്ലാ പരീക്ഷകളും ക്രാക്ക് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാവാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥപരമായി ആശംസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. ഫീഡ്ബാക്കും യൂസ്ഫുൾ ആയിരുന്നോ? നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് പറയാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. എന്നെ കൊണ്ട് അറിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറയാൻ ശ്രമിക്കാം. ഇനി അറിയില്ലെങ്കിൽ ഞങ്ങൾ റെഫർ ചെയ്തെങ്കിലും പറഞ്ഞു തരാം. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ട് ഒന്നുമില്ല. അബ്രോഡിലേക്ക് പോകാൻ ഇപ്പൊ ദുബായിലൊക്കെയാണ് നിങ്ങൾ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ക്വാളിഫിക്കേഷൻ, അതായത് സെറ്റ് നെറ്റ് സീറ്ററ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈക്വലന്റ് ആയിട്ട് അവിടെ പോയിട്ട് ടെഫിൽ കോഴ്സസ് ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ക്വാളിഫിക്കേഷൻ കൊണ്ട് തന്നെ പോകാവുന്നതാണ്. നോർത്ത് വഴിയുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടി മാത്രം പോകാം. ഇനി ചോദിച്ചോളൂ. ഇനി ഡൗട്ട് ഉണ്ടോ? വിനി മാധവൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഡൗട്ട് ഒന്നുമില്ല. ദുബായ് ഒക്കെ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ്. പിന്നെ അതുപോലെ PSCയിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ ഒരുപാട് വേക്കൻസീസ് ആണ് PSCയിൽ ഇനിയിപ്പോ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്.
അത് നിങ്ങൾ ഇന്നലെ തന്നെ കണ്ടിട്ടുണ്ടാവും, റിപ്പോർട്ട്സ് ഒക്കെ, പേപ്പർ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് ആണ് ഇനി നടക്കാനായിട്ട് പോകുന്നത് എന്ന്. അപ്പൊ നമുക്കൊക്കെ അത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ പരീക്ഷയ്ക്കും കൃത്യമായി അപ്ലൈ ചെയ്യുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സീറ്ററ്റ്, കേറ്ററ്റ്, നെറ്റ്, സെറ്റ് ഇതെല്ലാം ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ശ്രമിക്കൂലേ എല്ലാരും? ശ്രമിക്കുമെങ്കിൽ ഒരു തംസം ഇട്ടേ. അപ്പൊ ആർക്കും ഒരു ഡൗട്ടും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ താങ്ക് യു. ഗുഡ് നൈറ്റ്.